ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാവരെയും വിളിക്കുന്നുണ്ട്. എല്ലാവരും മസ്ജിദ് നബവിയിലേക്ക് കടന്നു വരുമോ? പ്രിയപ്പെട്ട സ്വഹാബത്ത് മുഴുവനും വളരെയേറെ ആകാംക്ഷയോടുകൂടി കടന്നു വരികയാണ്. വളരെ സന്തോഷത്തോടുകൂടി കടന്നു വരികയാ. പരിശുദ്ധരായ ഹബീബിന്റെ അരികത്തേക്ക് മുസ്തഫ നബി തങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. മുത്തു നബിയുടെ ചാരത്താണ് ഉമർ തങ്ങളുടെ ചാരത്ത്. എല്ലാവരും കടന്നിരിക്കുമ്പോ യമനിൽ നിന്ന് കടന്നു വന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാര് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയാ, സഹോദരാ, ഈ കാണുന്ന സ്വഹാബത്തിനെ കണ്ടോ? ഈ സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കുമോ സ്വഹാബ? ഒന്നുകൂടെ ചോദിക്കുമോ സഹോദരങ്ങളെ? രണ്ടുപേരിൽ ഒരാൾ എഴുന്നേൽക്കുകയാ. എഴുന്നേറ്റുകൊണ്ട് പറയുന്ന ഉമർ തങ്ങളെ, ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുന്നൊരു സമയമുണ്ടല്ലോ, മരിക്കുന്ന സമയമുണ്ടല്ലോ. ഉമ്മാനെ വിട്ടുപിരിയുന്ന, ബാപ്പയെ വിട്ടുപിരിയുന്ന, സഹോദരങ്ങളെ വിട്ടുപിരിയുന്ന, കൂട്ടുകുടുംബാദികളെ വിട്ടുപിരിയുന്ന ഒരു സമയമുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതിന് പറ്റുന്ന ഉപദേശം തരുമോ? അത് മാത്രവുമല്ല, ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുമ്പോ അള്ളാഹു നമുക്ക് തന്നുപോയ ഈമാനുണ്ടല്ലോ, ആ തന്നുപോയ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുമുള്ള ഉപദേശം തരുമോ? അത് മാത്രവുമല്ല, അള്ളാഹുവിന്റെ ഗഗനലോകത്തുനിന്ന് മാലാഖമാര് കടന്നു വന്നിട്ട് നമ്മുടെ മയ്യത്ത് പൊതിയുന്ന, നമ്മുടെ മയ്യത്ത് ചുമക്കുന്ന, നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്ന് ഖബറിൽ വെക്കുന്ന, അതിന് ഉതകുന്ന തക്കതായ ഉപദേശം അവിടെ നിന്ന് തരുമോ തങ്ങളെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനോട് ഉമർ തങ്ങൾ പറഞ്ഞ, സ്വഹാബ, ഇവര് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, എത്രയോ അത്ഭുതകരമായ ചോദ്യമാണ്, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടുന്ന ചോദ്യമാണ്, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടുന്ന ചോദ്യമാണ് അവർ ചോദിച്ചു പോയത്. നിങ്ങൾക്ക് കേൾക്കണോ സ്വഹാബ? ഉടൻ തന്നെ പ്രിയപ്പെട്ട സ്വഹാബത്ത് പറയുന്നു, ഉമർ തങ്ങളെ, നിങ്ങൾ പറഞ്ഞ പിന്നപ്പുറമുണ്ടോ? കേൾക്കാൻ ഞങ്ങൾ സന്നദ്ധരാ. എന്ത് വേണോ പറഞ്ഞോ തങ്ങളെ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഅദ് ആരംഭിക്കുകയാ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് നബി തങ്ങളുടെ പേരിൽ സ്വലാത്തും ചൊല്ലിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോവുകയാ, നിങ്ങൾക്ക് ദുനിയാവിൽ നിന്ന് നല്ലതുപോലെ വിട പറയണോ? എന്നാൽ പടച്ച തമ്പുരാ നിങ്ങൾക്ക് തന്നുപോയ ഈമാനിന്റെ മാധുര്യമുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കലാണ് സ്വഹാബാ. ഈ പറഞ്ഞ എല്ലാ ഗുണത്തോടെയും നിങ്ങൾക്ക് ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തന്നുപോയ ഈമാൻ